ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കൂസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്ന രണ്ടാമത്തെ സംഭവം, 7 അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം, അതാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുന്നത്. ഇവിടെ ഒറ്റ കാര്യം നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ അപ്പം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവത്തിന്റെ പല രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. ശിഷ്യന്മാര് ഈശോയോട് പറയുകയാണ്, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? ഇങ്ങനെ വിശന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോ ഈശോ അവരോട് ചോദിക്കുന്ന ഒരു മറു ചോദ്യമുണ്ട്. ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? അതായത് ജനത്തിന് വേണ്ടി ശിഷ്യന്മാര് ഈശോയുടെ അരികിൽ അപ്പത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പൊ ഈശോ തിരിച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? 7 അപ്പം. 7 എണ്ണവും കൊണ്ടുവരുന്നു. എന്നിട്ട് അത് വർദ്ധിപ്പിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ഇതിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ താലന്തുകളുടെ ഉപമ പറയുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. പ്രവർത്തനം ആണ് ഈശോ ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ ഈശോ ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അതാദ്യം കൊടുക്ക്, അതാദ്യം കൊണ്ടുപോവാ, അത് ഞാൻ വർദ്ധിപ്പിച്ച് നൽകാം. അപ്പോൾ ഇടപെടൽ ദൈവത്തിന്റെ മാത്രമല്ല, ദൈവം നമ്മളോട് പറയുകയാണ്, ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ ഇടപെടാം, പക്ഷേ നീ എന്തോരം ഇടപെടും? ഇതാണ് ചോദ്യം. ഈ അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ള ചോദ്യം നമ്മളോട് ഈശോ ഇത് വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുന്നുണ്ട്. മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയുള്ള, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് നമ്മൾ സമർപ്പിക്കും. ഈശോയ്ക്കാണ്, നിന്റെ കയ്യിൽ എത്ര സമയമുണ്ട്? നിന്റെ കയ്യിൽ എത്ര കഴിവുണ്ട്? നിന്റെ കയ്യിൽ എത്രത്തോളം കരുണ കാണിക്കാനുള്ള മനസ്സുണ്ട്? നിന്റെ കയ്യിൽ എത്രത്തോളം സമ്പത്തുണ്ട്? നിന്റെ കയ്യിൽ എത്രത്തോളം അറിവുണ്ട്? നിന്റെ കയ്യിൽ ഇതൊക്കെ എത്ര ഉണ്ട്? അത് കൊണ്ടുപോവാ. അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ നിനക്ക് പറ്റുമോ? ഇവിടെ സത്യത്തിലൊരു സൂക്ഷ്മമായ ചിന്തിച്ചൊരു കാര്യം ഇതാണ്. ഒരു ഷെയറിങ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ പകുത്ത് നൽകുന്ന ഒരു ഷെയറിങ്ങിനെ കുറിച്ചല്ല, മൊത്തത്തിൽ നൽകുന്ന ഷെയറിങ്ങിനെ കുറിച്ച് യേശു പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അത് മുഴുവനെങ്കിൽ കൊണ്ടുവാ. അല്ലെങ്കിൽ എത്ര ഉണ്ട്? 7 അപ്പം ഉണ്ട്. ശരി, 5 എണ്ണം നീ വെച്ചാല് 2 എണ്ണം കൊണ്ടുപോവാ, അല്ലെങ്കിൽ 2 എണ്ണം നീ വെച്ചാല് 5 എണ്ണം കൊണ്ടുപോവാ എന്നല്ല ഈശോ പറയുന്നത്. 7 ഈശോയ്ക്ക് കൊടുക്കുക. 7 ഈശോയ്ക്ക് കൊടുത്തപ്പോഴാണ് അവിടെ സമൃദ്ധിയും സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഈ വിചാരത്തിനിടയിൽ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈശോ ഓരോ ദിവസവും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഈ രൂപതയുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഈ ഇടവകയുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഈ കുടുംബത്തിന്റെ കയ്യിൽ എത്ര അപ്പമുണ്ട്? നിന്റെ കയ്യിൽ വ്യക്തിപരമായി എത്ര അപ്പമുണ്ട്? ഈശോയോട് ചോദിക്കുക, ഈ അപ്പം ഇല്ലാത്തതിനു വേണ്ടി പങ്കുവെക്കുവാനായിട്ട് നീ എനിക്ക് തരുമോ? അല്ലെങ്കിൽ മൊത്തത്തിൽ അത് പങ്കുവെക്കാനുള്ളതാണെന്ന് എന്ന ബോധ്യം നിനക്കുണ്ടോ? ഇതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം. നമുക്ക് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്വീകരിക്കാം. നമ്മളുടെ ഈ പിടിച്ചു വെച്ചും മുറിച്ചു നൽകിയൊക്കെയുള്ള പങ്കുവെപ്പ് മാറ്റി വെച്ചിട്ട് മുഴുവനും നൽകുന്ന പങ്കുവെപ്പിലേക്ക് പ്രവേശിക്കാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ക്രിസ്തീയമായ പങ്കുവെപ്പിന്റെ പുതിയ കാഴ്ചപ്പാടിലേക്ക് വളരുവാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.